പാഴ്ഭൂമിയെ പച്ചത്തുരുത്താക്കിയ CP മുഹമ്മദ് ഹനീഫ സർവീസിൽ നിന്നും പടിയിറങ്ങി. പൊന്നാനി നഗരസഭയിൽ നിന്നും 20 വർഷത്തെ സേവനം പൂർത്തിയാക്കി നഗരവാസികൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ഉദ്യാന കാഴ്ചകൾ നിളയോരത്ത് സമ്മാനിച്ചാണ് CP മുഹമ്മദ് ഹനീഫ പടിയിറങ്ങുന്നത്. പൊന്നാനി നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതി നിളയോരത്ത് തുടക്കം കുറിച്ച ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ഇന്ന് കായ്ഫലങ്ങളുടെ നിറഞ്ഞു നിൽക്കുന്ന ഓമ, പേരയ്ക്ക, മുരിങ്ങ, മാങ്ങ, കശുമാങ്ങ, വിവിധതരം വാഴകൾ തുടങ്ങി ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളുമായ ശംഖുപുഷ്പം, കർപ്പൂര തുളസി, ഉങ്ങ്, ഫുഗർ, ഞാവൽ, പഴം തുടങ്ങിയവ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മനം കുളിർക്കുന്ന കാഴ്ചയാണിവിടെ. പൊന്നാനിയിലെ അറിയപ്പെടുന്ന കർഷക കുടുംബത്തിലെ അംഗമായ ഹനീഫ കർഷകനും ഇലക്ട്രീഷ്യനും പ്ലംബറും ഒക്കെയായിരുന്നു. 2005-ൽ സർക്കാർ ജോലിയോടുള്ള താല്പര്യം കാരണമാണ് മുനിസിപ്പാലിറ്റിയിൽ സാനിറ്റേഷൻ ജീവനക്കാരനായി ജോലിക്ക് കയറുന്നത്. ജോലിക്ക് കയറിയ അന്നു മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ സർക്കാർ ജോലിയുടെ ചിട്ടവട്ടങ്ങൾ നോക്കാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തനിക്ക് കഴിയുന്ന എന്തിനും ഏതിനും ഹനീഫ തയ്യാർ. തന്റെ സാനിറ്റേഷൻ ജോലിയല്ലാതെ സാങ്കേതിക ജ്ഞാനം ആവശ്യമുള്ള ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ അടക്കം ഈ മേഖലയിൽ ചെയ്തിരുന്ന സേവന സന്നദ്ധൻ. മഴക്കാലത്ത് കടൽക്ഷോഭമുണ്ടാകുമ്പോൾ ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ വെള്ളവും വെളിച്ചവും എത്തിക്കുന്നതിന്റെ ഭാഗമായി പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ജോലികൾ നിർവഹിക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഹനീഫ. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തുന്ന പരിശോധനയടക്കമുള്ള മേഖലകളിൽ ഇയാളുടെ സേവനം ശ്രദ്ധേയമായിരുന്നു. 2018-ലെ പ്രളയകാലത്തും 2020-ലെ കൊറോണ കാലത്തും ദുരിതബാധിതരെ സഹായിക്കുന്നതിലും ഇയാൾ മുൻപന്തിയിലായിരുന്നു. റിട്ടയർമെന്റ് ജീവിതത്തെക്കുറിച്ച് പലരും ആശങ്കപ്പെടുമ്പോൾ ഇനിയും പ്രഭാതം മുതൽ പ്രദോഷം വരെ സ്വന്തം കൃഷിയിടത്തിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിതം ആനന്ദകരമാക്കാനുള്ള തീരുമാനത്തിലാണ് ഈ കർഷകൻ. തന്റെ സൗജന്യ സേവനം ഇനിയും നഗരസഭയുടെ പച്ചത്തുരുത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് അധികൃതർക്ക് നൽകിയാണ് പടിയിറങ്ങുന്നത്. ഈ പച്ചത്തുരുത്തിൽ ഹനീഫയ്ക്കൊപ്പം സഹായിയായി ഉണ്ടായിരുന്ന KT സുരേഷ് ഇനി മുതൽ ഇവിടെ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ്. നഗരസഭ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് അശോകൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, ക്ലീൻ സിറ്റി മാനേജർ മോഹനചന്ദ്രൻ, സൂപ്രണ്ട് അഭിലാഷ്, കണ്ടിജന്റ് ജീവനക്കാരൻ KT സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി മിഥുൻ ശങ്കർ സ്വാഗതവും റവന്യൂ ഇൻസ്പെക്ടർ ബഷീർ നന്ദിയും പറഞ്ഞു. ശ്രീ മുഹമ്മദ് ഹനീഫയാണ് ഇതിന്റെ ചുമതലക്കാരൻ. ഇന്ന് അദ്ദേഹം സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുകയാണ്. മുഴുവൻ ആയുർവേദ ചെടികളുടെയും ഒരു ശേഖരം ഇതിലുണ്ട്. ജന്മനക്ഷത്രങ്ങളുടെ ശേഖരമുണ്ട്. കായ്ഫലങ്ങളുണ്ട്. ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്നത് മുരിങ്ങ കായ്ച്ചു നിൽക്കുന്നു, ഓമക്കായ കായ്ച്ചു നിൽക്കുന്നു, പേരയ്ക്ക കായ്ച്ചു നിൽക്കുന്നു, ചാമ്പക്ക കായ്ച്ചു നിൽക്കുന്നു. ഒരുപാട് വൃക്ഷങ്ങൾ അങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ്. പരിസ്ഥിതി വ്യതിയാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു സ്ഥലം വളരെ പ്രധാനമാണ്. അതിന് മുൻകൈയെടുത്തത് പൊന്നാനി നഗരസഭയുടെ ഭരണസമിതിയാണ്. ഇത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ഇടമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.